Humanistic approaches. Humanistic approaches means different types of methods that were developed by different educationists based on the humanistic theory. Okay, humanistic theory എന്ന് പറഞ്ഞാൽ ഹ്യൂമനിസം എന്ന് പറയുന്ന ഒരു തിയറി ഉണ്ട്. മീൻസ് ഒരു ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഒരു ഫിലോസഫി റിലേറ്റഡ് ആയിട്ടുള്ളൊരു തിയറി ഉണ്ട്. ആ തിയറി തന്നെ എങ്ങനെയാണ് it is applied in different disciplines like psychology, education, അങ്ങനെയുള്ളതിലൊക്കെ ഈ ഹ്യൂമനിസ്റ്റിക് തിയറീസ് കൊടുന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിൽ ഈ ഹ്യൂമനിസ്റ്റിക് തിയറീസിൻ്റെ ചീഫ് പ്രൊപ്പണൻസ് ഓഫ് ഹ്യൂമനിസ്റ്റിക് തിയറീസ് ആർ Abraham Maslow and then Carl Rogers. So these methods, specific methods that are considered, that comes under these humanistic approaches, are basically based on the humanistic theories of Abraham Maslow and Carl Rogers. Okay, now what is this humanistic approaches are? That this is an approach that developed during 1970s, which considered a person as an entity that has a central role in the learning process. ലേണിങ് നമ്മളിപ്പം മെറ്റീരിയലിന് ചിലപ്പോൾ ഇമ്പോർട്ടൻസ് കൊടുക്കും, മെത്തേഡിന് ചിലപ്പോൾ ഇമ്പോർട്ടൻസ് കൊടുക്കും, ചിലപ്പോൾ ടീച്ചർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കും, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ സ്റ്റുഡൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കാം, അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും ഇൻ ദിസ് അപ്രോച്ച് ദ ലേണർ ഈസ് കൺസിഡേർഡ് ആസ് എ ഹോൾ പേഴ്സൺ. കംപ്ലീറ്റ് ആയിട്ട് എല്ലാ ആസ്പെക്ട്സും അത് ആ ഒരു ലേണറുടെ ഇമോഷണൽ ആണെങ്കിലും സൈക്കോളജിക്കൽ എവറിത്തിങ്, അതുപോലെ നമ്മൾ ആ ഒരു ഫിസിക്കലായിട്ടുള്ള എല്ലാ രീതിയിലുള്ള ബിഹേവിയർ റിലേറ്റഡ് ആയിട്ടുള്ള അങ്ങനെയുള്ള രീതിയിലുള്ള എല്ലാ ആസ്പെക്ട്സിനെയും കൺസിഡർ ചെയ്തുകൊണ്ട് സെൻട്രൽ റോൾ ഈസ് ഓഫ് എ പേഴ്സൺ ഓഫ് ദ ലേണർ അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു അപ്രോച്ചാണ്. ദാറ്റ് ഈസ് ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച്. ഓക്കെ, ദിസ് ഈസ് ബേസിക്കലി സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ്. Okay, now there are two important theories who are considered as the chief exponents of humanistic approach. Adana as I have already mentioned, Abraham Maslow and Carl Rogers. Abraham Maslow is famous for his theory of self-actualization. Triangle കണ്ടിട്ടില്ലേ, hierarchy of needs. Okay, അതിൽ നമുക്ക് കുറച്ച് ഡീപ്പായിട്ട് നമുക്ക് പിന്നെ കാണാനുണ്ട്. We have to study it later on. Then Carl Rogers is famous for his client-centered therapy. Okay, അപ്പോൾ ഈ ഒരു രണ്ട് തിയറിസ്റ്റുകളുടെ അവരുടെ തിയറീസ് ബേസ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് മെത്തേഡ്സ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, കുറച്ച് എഡ്യൂക്കേഷണലിസ്റ്റുകൾ. അതിന് നമ്മൾ കളക്റ്റീവ്ലി പറയുന്ന പേരാണ് ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചസ്. ഓക്കെ, നൗ ടീച്ചേഴ്സ് ആർ കൺസിഡേർഡ് ആസ് ഫെസിലിറ്റേറ്റേഴ്സ്. ഈ ഒരു ലേണിംഗ് പ്രോസസ്, they make learning process easier, or they help their students to learn something. They act as facilitators. That is the role of teachers. Now അതിൽ കുറച്ച് മെത്തേഡ്സ് വരുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് ആണ് Suggestopedia, total physical response, the silent way, community language learning. So we can see all of this one by one. Suggestopedia was developed by Georgi Lozanow. Georgi Lozanow's ഒരു കോൺസെപ്റ്റാണ് Suggestopedia. It is based on the idea that the mind has great potential and can retain information by the power of suggestion. By the power of suggestion means മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഒരു സ്കില്ല് ബേസ് ചെയ്തിട്ട് മനുഷ്യന് ഒരുപാട് പൊട്ടൻഷ്യൽ ഉണ്ട്. മനുഷ്യൻ്റെ മനസ്സിന് ഒരുപാട്, മൈൻഡിന് ഒരുപാട് പൊട്ടൻഷ്യൽ ഉണ്ട്. അപ്പോൾ അതിന് ശരിയായ രീതിയിൽ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പഠനം നടത്തുക എന്നുള്ളതാണ് Suggestopedia. ഓക്കെ, ദെൻ ഇറ്റ് യൂസസ് റിലാക്സേഷൻ ആസ് എ മീൻസ് ഓഫ് റീറ്റെയിനിങ് ന്യൂ നോളജ്, ദാറ്റ് ഈസ് കംപ്ലീറ്റ് സ്ട്രെസ് ഫ്രീ റിലാക്സ്ഡ് മോഡ്. ഓക്കെ, class atmosphere is viewed as more important than materials or methods. As we know that to make a student relax, the class atmosphere should be very much calm, quiet, and should be
വെരി റിലാക്സ്ഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു മെറ്റീരിയൽ എന്ത് പഠിപ്പിക്കുന്നു, മെത്തേഡ്, അതൊന്നൊന്നുമല്ല ഇമ്പോർട്ടൻസ്. ക്ലാസ്സിൽ സാഹചര്യം മീൻസ് അറ്റ്മോസ്ഫിയർ, ക്ലാസ് അറ്റ്മോസ്ഫിയർ ഈസ് ഇമ്പോർട്ടൻറ്റ്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. Now the teacher should be proficient in the target language and the student's native language, since translation may be used heavily in the initial stages to help students feel at ease. അപ്പോൾ കുട്ടികൾ ടെൻഷൻ ആക്കാതിരിക്കുക, സ്ട്രെസ് ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് ഇത് ഈ സജസ്റ്റോപീഡിയയുടെ ഒരു പ്രധാനപ്പെട്ട ആട്രിബ്യൂട്ട്. അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കണം? ദേ ഷുഡ് ബി വെൽ വേഴ്സ് ഇൻ ബോത്ത് ദ ലാംഗ്വേജസ്, ദാറ്റ് ഈസ് ടാർഗറ്റ് ലാംഗ്വേജ് and native language as well. That means that L1 and L2, the teacher should be proficient or competent in both these languages, so that whenever a student has any kind of doubts, the teachers should be there, because they can depend on the teachers, because the teachers are basically facilitators. Okay, and then here in this particular method, learners are encouraged to be like childlike. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് കുട്ടികളെ പോലെ, കുട്ടികളുടെ രീതിയിൽ അത്രയും ഏത് ലെവലിലും അപ്ലൈ ചെയ്യാം. പക്ഷേ കുട്ടികളുടെ ഒരു പോലെ ചൈൽഡ് ലൈക്ക് ആയിക്കഴിഞ്ഞാൽ മാനസികമായി നമുക്ക് പഠിക്കാനുള്ള ഒരു കപ്പാസിറ്റി, അതുപോലെ നമ്മൾ റിലാക്സ്ഡ് ആവുക. നമ്മൾക്ക് വി നോ ദാറ്റ് വെനെവർ വി ഗെറ്റ് എ ചാൻസ്, ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ബീച്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ആ കുട്ടികളെ കൂടെ കളിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് വി നോ ദാറ്റ് വി ആർ റിയലി റിലാക്സ്ഡ്. അപ്പോൾ ആ ഒരു മൂഡിലേക്ക് കൊണ്ടുവരികയും അത്രയും എന്താണ് സ്ട്രെസ് ഫ്രീ ആയി, സ്ട്രെയിൻ ഫ്രീ ആയി മനസ്സിൻ്റെ പൊട്ടൻഷ്യലിലേക്ക് എത്തിക്കാൻ, കാം, ക്വയറ്റ്, ഓക്കെ, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ഒക്കെ ചെയ്ത് വളരെ ക്വയറ്റായി ആ കാര്യങ്ങൾ പഠിച്ച് എടുക്കാൻ, മീൻസ് വളരെ കാം ആയിട്ട് പഠിക്കാനുള്ള ഒരു കപ്പാസിറ്റി, മൈൻഡിൻ്റെ കപ്പാസിറ്റി വർദ്ധിപ്പിച്ച് കൊടുന്ന് അതിന് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് പഠിക്കുന്ന ഒരു രീതിയാണ് സജസ്റ്റോപീഡിയ ബൈ ജോർജി ലെസനവ്. നൗ അതിൽ എന്താണ്, ദർ ആർ ഡിഫറെൻറ്റ് സ്റ്റെപ്സ്, ദാറ്റ് ഈസ് ദർ ആർ ഫ്യൂ ഇനീഷ്യൽ ലെസൺസ് ഇൻ വിച്ച് the learners are given large quantities of information in the new language. ഒരു ലാംഗ്വേജിന് 1-2 സെൻറ്റൻസ് അല്ലെങ്കിൽ ഒരു പാരഗ്രാഫായി അങ്ങനെയല്ല കൊടുക്കുന്നത്, കുറേ മെറ്റീരിയൽസ് ലാംഗ്വേജിലേക്ക് അങ്ങോട്ട് ഇറക്കാണ് ഇവർ ചെയ്യുന്നത്. ആൻഡ് ദെൻ ദ ടെക്സ്റ്റ് ഈസ് ട്രാൻസ്ലേറ്റഡ് ആൻഡ് ദെൻ റീഡ് അലൗഡ് വിത്ത് ക്ലാസിക്കൽ മ്യൂസിക് ഇൻ ദ ബാക്ക്ഗ്രൗണ്ട്. പാട്ടൊക്കെ വെച്ചിട്ടാണ് പഠന രീതി. അത്രയും റിലാക്സ്ഡ് ആയിട്ട്, അത്രയും കാം ആൻഡ് ക്വയറ്റായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലാംഗ്വേജ് കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുന്നതിന് കാരണമുണ്ട്. മീൻസ് അത്രയും മെറ്റീരിയൽസ് കൊടുക്കുമ്പോൾ സ്ട്രെസ് ആവില്ല എന്ന് നമ്മൾ ചിന്തിക്കും, പക്ഷേ അതല്ല, അതിന് കാരണമുണ്ട്. ദാറ്റ് ഈസ് സി ആസ് എ സെറ്റിംഗ് അറ്റ്മോസ്ഫിയർ ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ആൻഡ് ദെൻ an atmosphere of total relaxation where understanding is purely accidental and subliminal. That is എങ്ങനെയാണ് ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ ഇത്രയും കാര്യങ്ങൾ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിലും, ഇത്രയും ഇൻഫർമേഷൻസൊക്കെ കൂടി കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും സ്റ്റുഡൻസിന് അത് ഭയങ്കര ഓട്ടോമാറ്റിക്കായിട്ട് പഠിക്കുന്ന രീതിയിൽ അവർ പഠിക്കാമെന്ന് അറിയാതെ പഠിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എൻജോയ് ചെയ്ത് സ്ട്രെസ് ഫ്രീ ആയി നമ്മളൊരു കാര്യം ചെയ്യുന്ന സമയത്ത് നമ്മളത് പഠിക്കാൻ വേണ്ടി പഠിക്കാമെന്ന് നമ്മൾ ആകുമ്പോഴേ നമുക്ക് പ്രശ്നമുള്ളൂ, അല്ലെങ്കിൽ പ്രശ്നമില്ലല്ലോ. മീൻസ് നമ്മൾ ആക്സിഡൻ്റലായിട്ട് നമ്മളത് പഠിക്കുമ്പോൾ നമ്മൾ മൂവീസൊക്കെ കാണുന്ന സമയത്ത് വി നോ ദാറ്റ് വി വോണ്ട് ഫോർഗെറ്റ് എനി ഓഫ് ദ സീൻസ് ഓർ എനി ഡയലോഗ്സ്, ഈവൻ വി ക്യാൻ റിമെമ്പർ ദ ലിറിക്സ് ഓഫ് ദോസ് സോങ്സ് ദാറ്റ് വി റിയലി ലൈക്ക് ടു. പക്ഷെ നമ്മളത് വേണമെന്ന് എഴുതിയിട്ട് നമ്മൾ അത് പഠിക്കുന്നതല്ലല്ലോ. വി ആർ വെരി റിലാക്സ്ഡ്, സോ ദാറ്റ് അറ്റ് ദാറ്റ് മൊമെൻറ്റ് അവർ മൈൻഡ് ഹാസ് എ സ്പെഷ്യൽ സ്കിൽ ടു ലേൺ തിങ്സ് ഓട്ടോമാറ്റിക്കലി. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിനെ എടുത്തിട്ട് ഇവിടെ കൊടുന്ന് വെക്കുകയാണ് ചെയ്യുന്നത്. ആക്സിഡൻ്റലായിട്ട് ആ ഒരു റിലാക്സ്ഡ് ആകുന്ന സാഹചര്യത്തിൽ കുട്ടികൾ എങ്ങനെ പഠിക്കും എന്നുള്ളതാണ് പറയുന്നത്. So what is the reason why they use large quantities of linguistic materials? Because the idea that the language understanding is easy and natural. അത് ഭയങ്കര കോംപ്ലിക്കേഷൻ ഉള്ളതൊന്നുമല്ല. 1 by 1 വേർഡായിട്ട് ഭയങ്കര ഓരോ സെൻറ്റൻസുകൾ കൊടുത്ത് പിന്നെ 2 സെൻറ്റൻസിൽ പോയി പിന്നെ പാരഗ്രാഫ് പോയി അങ്ങനെയൊന്നും വേണ്ട. മൊത്തം ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളത് വലിയ സംഭവമൊന്നുമല്ല. അത് ഭയങ്കര ഈസിയാണെന്ന് കാണിക്കാൻ കംപ്ലീറ്റ് ആയിട്ട് ലാംഗ്വേജിൽ അങ്ങ് മുക്കി വിടുന്ന രീതിയിൽ എങ്ങനെയാണ് അവർക്ക് ലാംഗ്വേജ് കൊടുക്കുമ്പോൾ അവർക്ക് ഇതൊരു നോർമൽ സംഭവമാണെന്ന് തോന്നും. അപ്പോൾ അവർ അതിൽ നിന്ന് വേണ്ടതായിട്ട് ഓട്ടോമാറ്റിക്കായി പഠിച്ച് ആ ഒരു സാഹചര്യത്തിൽ റിലാക്സ്ഡ് ആയിട്ട് അവരിലേക്ക് ഓട്ടോമാറ്റിക്കായി ആക്സിഡൻ്റലായി അവർ അതിലേക്ക് ലാംഗ്വേജ് അക്വയർ ചെയ്യുന്ന ഒരു പ്രോസസ്സ്. വിത്ത് സപ്പോർട്ട് ഓഫ്
some background classical music. Okay, now later അതാണ് ഫസ്റ്റ് സ്റ്റേജിലൊക്കെ നടക്കുന്ന അവസ്ഥ. ലേറ്റർ ലെസൺസ് എങ്ങനെയാണ് പിന്നീട് കുറച്ച് കഴിയുമ്പോൾ ലെസൺ എങ്ങനെയാണ് കൊടുക്കുന്നത്? ലേണേഴ്സ് യൂസ് എ മെറ്റീരിയൽ ഇൻ എ വെറൈറ്റി ഓഫ് കമ്മ്യൂണിക്കേഷൻ ആക്ടിവിറ്റീസ്. ദറ്റ് മീൻസ് ദാറ്റ് ആഫ്റ്റർ ഇങ്ങനെ കുറേ ക്ലാസ്സുകൾ ഈ ഒരു രീതിയിൽ കിട്ടി കുറേ കഴിയുന്ന സമയത്ത് ദേ start to use this particular activities at these particular materials. അവർക്ക് ഒരുപാട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ അവർ ഇങ്ങനെ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് they start to use these all these materials for variety of interactions activities വേണ്ടി അവർ യൂസ് ചെയ്തുകൊണ്ടിരിക്കും. Now എന്താണ്? The original learning techniques and theories are learned at this particular moment. ആദ്യം ഇതൊക്കെ ചെയ്തതിന് ശേഷം ലാസ്റ്റാണ് ഈ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോയതിന് ശേഷം when they communicate, do interactions in this particular method, they will gradually learn these techniques and theories related to language. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഒരു സ്ട്രെസ്സൊന്നുമില്ലാതെ വളരെ കാമൻ ക്വയറ്റായി ലാംഗ്വേജിലേക്ക് അങ്ങ് മുങ്ങി ഇറങ്ങി പോകുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള മെത്തേഡാണ് സജസ്റ്റോപീഡിയ. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ഇറ്റ്. നൗ